ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും റീഡിങ് കുറച്ചുകൂടെ റെസനേറ്റ് ആവുക. നമ്മളിന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി ഏത് രീതിയിലാണ്, അതോടൊപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതലൊക്കെയും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ പേര്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Slowing down, the master, going with the flow, trust, flowering, past lace, letting go, completion, transformation, adventure, postponement, mind, politics, totality, isolation, compromise, healing, change. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയും, അതുപോലെ ഇവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സക്സസ് ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റേജ് അല്ല. കാരണം ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ പതുക്കെ, അതായത് ഒരു ആമ പതുക്കെ മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണ് അതുപോലെ അത്രയും സ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്റ്റേജ്. അപ്പൊ അങ്ങനെ അത്രയും സ്ലോ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒരുതരം ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കംപ്ലീഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നുചേരാനായിട്ടുള്ള ശ്രമം, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നോക്കുവാണെങ്കിൽ കാണുന്നത്. ഒരുപാട് ഹാപ്പിനെസ് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ, അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അഡ്വഞ്ചർ ആണ്, അതിസാഹസികപരമായിട്ടുള്ള ഒരു യാത്രയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അവിടെ ഒന്ന് നല്ല രീതിക്ക് കോംപ്രമൈസ് ചെയ്ത് ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ അവർ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു പരാജയവും കാര്യങ്ങളൊക്കെ അവർക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്, ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടല്ല നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ പാസ്റ്റ് ലീവ്സ് ആണ്. കഴിഞ്ഞു പോയിരിക്കുന്ന കാലങ്ങൾ, കഴിഞ്ഞു പോയ കാലം എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന
നല്ല നല്ല നിമിഷങ്ങളും, നല്ല നല്ല നിമിഷങ്ങൾ മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വളരെയധികം precious ആണ്. കാരണം അവിടെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അവരായിട്ട് തന്നെ സ്വയം നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കടിച്ചതിലും വലുതാണ് പിടിച്ചത് എന്നൊരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റേത് ഇപ്പോ. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. വളരെ പതുക്കെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഭയങ്കരമായിട്ട് ആളിക്കത്തി ഭയങ്കര സക്സസ് ആയിട്ട് പോയ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അവസാനിക്കാറായ സ്റ്റേജ് ആണിത്. പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലച്ചുപോയി അങ്ങനത്തെ ഒരു എനർജി അല്ല. പക്ഷെ നിലച്ചു പോയോ അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ എങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റേജ് ആണ്. ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല, ഇമോഷൻസ് കൺട്രോൾഡ് ആണ്. അതിപ്പോ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസോ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. രണ്ടുപേരും അവരുടേതായ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി വളരെ ബുദ്ധിജീവി ലുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ലുക്കല്ല അവരുടെ ഒരു രീതികൾ വളരെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും, അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് വന്നപ്പോ അങ്ങനെ പുലി പോലെ ഇരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എലിയായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി കാര്യങ്ങള്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഹന്ത കാര്യങ്ങള് എല്ലാം പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് മടുത്തു എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ലെറ്റിംഗ് ഗോ ആണ്. വളരെ പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. കാരണം ഇവരിവിടെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവര് ഇവരുടെ ലൈഫിലെ കാര്യങ്ങള് തകർച്ച കാര്യങ്ങളൊന്നും അറിയരുത്. കാരണം അവരൊരു ഭയങ്കരമായ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ലൈഫ് അടിപൊളിയാകും എന്നുള്ളൊരു ചിന്തയിലായിരിക്കുമല്ലോ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയേക്കാൾ 4 ഇരട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവര് പറയുന്ന മാത്രം കേൾക്കണം എന്നൊരു ചിന്താഗതിയുള്ള തേർഡ് പാർട്ടിയാണ് ലൈഫിൽ നിൽക്കുന്നത്. അപ്പൊ ഇവര് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കും ഇവര് പോകുന്നത് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നപ്പോ കുറച്ചധികം സമയം വൈകി പോയിട്ടുണ്ട്. എങ്കിലും ഇവര് maximum അവിടെ ഇവരുടെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് മറ്റൊരു മുഖം അണിഞ്ഞാണ് നിങ്ങൾക്ക് മുന്നിലാണെങ്കിലും സമൂഹത്തിന് മുന്നിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു രീതിയിലും ഇവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ ഡെയിലി കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വല്ലപ്പോഴാണെന്നുണ്ടെങ്കിലും കാണുന്നവരായിരിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആണ് എന്നുള്ള രീതിക്കായിരിക്കാം ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടുന്നതും പുറമെ കാണിക്കുന്നതും എല്ലാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് യഥാർത്ഥമായ മുഖത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മുഖം അണിഞ്ഞാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവരുടെ യഥാർത്ഥമായ പ്രശ്നങ്ങളെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാതിരിക്കാനായിട്ട് മാക്സിമം ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നോക്കിയിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഘടനയൊക്കെ ഏറ്റെടുത്ത് ഒന്ന് എന്താ പറയാ fill ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോൾ അവര് mind ഒക്കെ completely ഒരു guilt feel തോന്നുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്, ജാള്യത തോന്നുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു negative energy ആണ്. അതായത് അവർക്ക് മടുത്തു എന്ന് തോന്നുന്ന ഒരു നിമിഷം. അപ്പൊ ഇവരുടെ എനർജി പറയുകയാണെങ്കിൽ വളരെയധികം ലോ എനർജിയിലാണ് കാണിക്കുന്നത്. മാത്രമല്ല അപ്പൊ അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നും ലെറ്റ് ഗോ ചെയ്ത് മാറിപ്പോകണം. അവർക്ക് അവിടെ ഒട്ടും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ സന്തോഷമോ സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടാണ് ഇമോഷൻസ് കാര്യങ്ങളോ ഒന്നും ഇവരിലേക്ക് പ്രകടിപ്പിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു നിലച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തിന്റെ എനർജിയാണ് നമുക്ക് സ്പ്രെഡിൽ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ച് പ്രാർത്ഥനകളിലൂടെ ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ റെസനേറ്റ് ആവുക. കാരണം ഇപ്പോ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രാർത്ഥനകളെ വിശ്വാസം ട്രസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. നമുക്ക് എന്തായാലും ബാക്കി നോക്കാം. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ഞാൻ പറഞ്ഞു ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്, ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അതിസാഹസികപരമായ ഒരു യാത്ര തന്നെയാണ്. ഇത്രത്തോളം ഇവരുടെ ലൈഫിൽ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവില്ല. ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ അത്രയും ഭയങ്കരമായ ഒരു ദയനീയമായ അവസ്ഥ തന്നെയാണ്. ഒരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ
ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഇവര് നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ struggle ചെയ്യുമ്പോഴേക്കും എന്ന് വെച്ചാൽ അവർ കണ്ണുനീര് നിങ്ങളുടെ കണ്ടിട്ട് എങ്ങോട്ടേക്കാണോ പോയത് ആ ഒരു സാഹചര്യത്തില് ആ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ല തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ താൻ expect ചെയ്ത പോലെ അല്ല ഈ ഒരു life എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ അവർക്ക് trust വിശ്വാസം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇവർ ആ ഒരു നിങ്ങളുടെ relationship ന്റെ past ലേക്കുള്ള ഓർമ്മകളിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ relationship ൽ ഒരു flowering എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ബന്ധത്തിന്റെ ഒരു വളർച്ച, സന്തോഷം, സമൃദ്ധി ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ relationship ൽ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് അവിടെ ഒരു completion നടത്തുക, അവിടെ ഒരു participation നടത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ relationship ൽ ഒരു new beginning, ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കറിയാം, പക്ഷെ എങ്കിലും അവർക്ക് നിങ്ങളുടെ relationship ൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു പുതിയ chapter എല്ലാ രീതിക്കും അവരെ സ്വയം അവരിപ്പോൾ ഇവിടെ heal ചെയ്യിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾക്കെല്ലാം പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് തന്നെ ഇവിടെ വേദനിക്കുകയാണ്. സ്വയം വേദനിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവര് കണ്ണുനീരോട് കൂടി ഒഴുക്കി കളയുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതുവരെ നിങ്ങളുടെ relationship ന് വേണ്ടിയിട്ട് യാതൊരുവിധ action എടുക്കാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ഈ ഒരു action എടുക്കാൻ തയ്യാറാകുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച pain എന്ന് വെച്ചാൽ ഇവര് നിങ്ങളുടെ life ലേക്ക് പോയപ്പോൾ നിങ്ങൾ അനുഭവിച്ച pain അത് എത്രത്തോളമാണോ അതേ തീവ്രതയോട് കൂടി projection ആണ് അവരും ഇപ്പൊ അനുഭവിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം അവർക്ക് വന്നിരിക്കുന്നതുകൊണ്ടും തിരിച്ചറിവുകൾ അവർക്ക് വന്നിരിക്കുന്നതുകൊണ്ടും പഴയകാല ഓർമ്മകളിലേക്ക് അവർ പോയിരിക്കുന്നതുകൊണ്ടും lovers energy ആണ്. വളരെയധികം ഒരു പ്രണയം, ആത്മാർത്ഥത എല്ലാം ഇവർക്ക് നിങ്ങളോട് തോന്നി തുടങ്ങിക്കൊണ്ടിരിക്കുക. traveling ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ person നിങ്ങളിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ചിലവരെ സംബന്ധിച്ചിടത്തോളം souls വന്നിട്ടുണ്ട്. അവര് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു source കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. source എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയെ block ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളെ contact ചെയ്യാനായിട്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു source കണ്ടെത്തുക. ഇതുവരെ നിങ്ങളുടെ ബന്ധത്തെ postponement ആണ്, മാറ്റി മാറ്റി മുന്നോട്ടേക്ക് മാറ്റി മാറ്റി വെച്ചു. ഇനിയും അവർക്ക് ഇവിടെ തുടരാനായിട്ട് പറ്റില്ല. അപ്പൊ maximum അവിടെ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും പറ്റില്ല എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നതുകൊണ്ടും മാത്രമല്ല വളരെയധികം ഒരു കുറ്റബോധം വന്നിരിക്കുന്നതുകൊണ്ടും എത്രത്തോളം ഇവരെ പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഇവരിപ്പോ ഭയങ്കരമായിട്ട് freeze ആണ്, isolation ആ വന്നിരിക്കുന്നത്. ഒരു freeze ആയ ഒരു അവസ്ഥ. കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മുഖത്തോടു കൂടി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇനിയും ഈ ഒരു മറ്റൊരു മുഖത്തോടു കൂടി തുടരുക എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു limit ഉണ്ട്. മറ്റൊരു മുഖവുമായിട്ട് മുന്നോട്ടേക്ക് പോവാന്ന് പറയുമ്പോൾ ഒരു സമയം വരുമ്പോൾ പൊട്ടിത്തെറിച്ചെല്ലാം പുറത്തേക്ക് വരും. അത് ഇവർക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് പറ്റില്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു compromise കൊണ്ടുവരണം. എല്ലാ രീതിയിലും അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റുപറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വളരെ പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു change കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു transformation, പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം. okay, ഇവിടെ transformation തന്നെയാണ് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു totality ആണ്, നിങ്ങളുമായിട്ടുള്ള ഒരു ഒന്നുചേരലിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ third party situation ൽ എന്തായാലും വളരെ success ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ energy അല്ല വന്നിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു രീതിയിലും happy അല്ല. അവരുടെ ഒരു comfort zone എന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്നുള്ളത് അവർ ഇവിടം കൊണ്ട് തിരിച്ചറിയാണ്. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ life ൽ വരുമ്പോൾ അവർക്ക് നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റിന്റെ മാത്രമല്ല അവർക്ക് ഓടി വരാനായിട്ട് തോന്നുന്നത് നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഓടി വരവ് നിങ്ങളിലേക്ക് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു comfort zone തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരോട് പൊറുക്കാനും അവരെ ചേർത്ത് നിർത്താനും, അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ heal ആകും അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഓർമ്മ വരുമ്പോൾ ആദ്യം വരുന്ന മുഖം നിങ്ങളുടെ തന്നെയാണ്. ആ ഒരു വേദനയോട് കൂടി ആ ഒരു കുറ്റബോധത്തോട് കൂടിയാണ് നിങ്ങളുടെ വ്യക്തി വളരെ പെട്ടെന്ന് ഒരു compromise ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ third party situation ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് വളരെ slow ആയിട്ട് മുന്നോട്ടേക്ക് പോയി completely let go, അതായത് stuck ആയി നിലച്ചു പോകുന്ന ഒരു stage, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്.
നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെങ്കിലും വളരെ ലോ ആയിട്ടാണ് തേർഡ് സിറ്റുവേഷനിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. അപ്പൊ ഇതാണ് നമുക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയും ആ ഒരു ബന്ധത്തിന്റെ സാഹചര്യം സിറ്റുവേഷൻ ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവർ ഓർക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കമ്പാരിസൺ ആണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കമ്പാരിസൺ അല്ലാതെ അവരിയ്ക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തില് എന്തൊക്കെയാണ് നിങ്ങളിലേക്കുള്ള അവരുടെ ഒരു ചിന്തകൾ എന്നുള്ളത് കൂടെ നോക്കാം. ത്രീ ഓഫ് സോൾസ്, ജഡ്ജ്മെന്റ്, കിങ് ഓഫ് പെന്റക്കിൾസ്, വേൾഡ് എനർജി, ജസ്റ്റിസ്, നയൻ ഓഫ് പെന്റക്കിൾസ്, നയൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, സൺ എനർജി, ഹെയറോഫന്റ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്ന ത്രീ ഓഫ് സോൾസ് ആണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വിങ്ങുന്ന വേദന തന്നെയാണ്. ഒരു മരണതുല്യമായ വേദന തന്നെ അവർ അനുഭവിക്കുന്നുണ്ട്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന. അവർക്ക് വേണ്ടായിരുന്നു, അവരിങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. മാത്രല്ല നിങ്ങളോടൊരു നീതി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നൽകണം. ഇവിടെ ജസ്റ്റിസ് ആണെങ്കിലും ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നീതിപൂർവമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു നീതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ തെറ്റുകൾ നിങ്ങളോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയല്ല. അവരെല്ലാം നിങ്ങളോട് ഏറ്റു പറയാൻ തയ്യാറാണ്. അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. അവരത് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന എനർജിയാണ്. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു വ്യക്തിത്വം അനുസരിച്ച് തന്നെ ഇനി മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം. ഇതുവരെ അവർ ഒരുപാട് കളവുകൾ നിങ്ങളോട് പറഞ്ഞു, പല കാര്യങ്ങളിലും നിങ്ങളെ ബ്ലെയിം ചെയ്തു. ഇനി അങ്ങനെയൊന്നും പാടില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങളോട് സമ്മതിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണത്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാം നിങ്ങളോട് അവരായിട്ട് തന്നെ തുറന്നു പറയണം എന്നാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാതെ മാറിപ്പോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാറിപ്പോയ അവര് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് വന്നിട്ട് പിന്നെ പോവുക അങ്ങനത്തെ ഒരു രീതിയല്ല. പരിസമാപ്തി എന്ന് പറയുമ്പോഴേക്കും ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് കടന്നു വരിക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് നിങ്ങൾ കടന്നു വരണം. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇരുള് മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സന്തോഷാണെങ്കിലും സമാധാനമാണെങ്കിലും ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത സ്റ്റേജ് ആണ്. അവര് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്തിട്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രൈ ചെയ്തിട്ടും അവിടെ ഗുണം ഉണ്ടാവുന്നില്ല. എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഇവരെക്കാൾ കൂടുതൽ ഈ ഒരു ബന്ധത്തെ നിലനിർത്താൻ നിങ്ങളാണ് എഫേർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പരിശ്രമമോ കാര്യങ്ങളോ ഒന്നും ഇവർ ആ ഒരു സമയത്ത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവരത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ അവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത പോലെയുള്ള കാര്യങ്ങളാണല്ലോ അവർ മറ്റൊരു സ്ഥലത്ത് പോയി ചെയ്തത്. പക്ഷെ കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതായിരുന്നു അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്ന അങ്ങനെയാണ്. കമഴ്ത്തിയ കുടത്തിന് മുകളിലേക്കാണ് ഇവർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടിട്ടാണ് അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ തയ്യാറാകുന്നതും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും. കാരണം ഇപ്പൊ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഇവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. ഒരിക്കലും പൂർണ്ണമായിട്ട് ഇവരെ മറക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ഇവരോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവരെന്തും അതുകൊണ്ട് തന്നെ ചെയ്യാൻ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു വിജയം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പൊ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇവരുടെ ഇമോഷൻസ് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു മുഖം അണിഞ്ഞാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണിക്കുന്നില്ല. അതിപ്പോ ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ ആരെയും കാണിക്കാതെ മറ്റൊരു മുഖം അണിഞ്ഞ ഒരു ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തേർഡ് പാർട്ടിയിലേക്ക് അവർ കാണിക്കുന്നില്ല. അവരെല്ലാം വളരെയധികം ബുദ്ധിപൂർവ്വം അവരുടെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്ത് പ്ലാൻ ചെയ്യാണ്. കാരണം അവർക്ക് അവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു തർക്കത്തിനോ വഴക്കിനോ അല്ല ഇനി പോകേണ്ടത്. സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നേക്കുക. ആ ഒരു മെന്റാലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായപൂർവ്വം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കണം. നീതിപൂർവ്വം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം. ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അതിനെ നിലനിർത്തി തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ ഇങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്, പ്രത്യേകിച്ച് നിങ്ങൾ റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിച്ച് അത്രയും നാളുകളായിട്ട് വേദനകളിലൂടെയൊക്കെ മുന്നോട്ടേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടേതാണ്. ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാം. അതോടൊപ്പം തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് നോക്കുക. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, ജൂലൈ മന്ത്, മലപ്പുറം, ഉത്രം, 22, 1982, പുണർദം, കാലിക്കറ്റ്, 3 എന്നൊരു നമ്പർ, അക്വേറിയസ്, ഡി എന്നൊരു ലെറ്റർ, 44, അശ്വതി എന്നൊരു സ്റ്റാർ, ജാനുവരി. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആയില്യം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവർ ക്ലെയിം ചെയ്യുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.